കുഞ്ഞുങ്ങളെ അമിതമായി നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നത് പിൽക്കാലത്ത് അവർക്ക് പൊണ്ണത്തടിക്ക് കാരണമാകുമോ? ആകുമെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. നമുക്ക് വിശക്കുന്നു എന്ന് നമ്മളെ അറിയിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഏരിയയിലെ പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയസ് ആണ്. ഇത് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് താഴെ പോകുമ്പോഴാണ് ഇത് സിഗ്നൽ തരുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമത്തിലെത്തുമ്പോഴാണ് അത് നിർത്തണമെന്ന് നമുക്ക് തോന്നുന്നത്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നമ്മൾ ഭാരം കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ശ്രമിക്കാതെ സാധാരണ ജീവിതം നയിക്കുന്ന കാലത്ത് നമ്മുടെ ശരീരം ഒരു സെറ്റ് പോയിൻ്റ് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കോശങ്ങളുടെ ഒരു പ്രൊപ്പോർഷനാണിത്. ഈ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഏകദേശം എത്ര കൊഴുപ്പ് എന്ന് ശരീരം നിശ്ചയിക്കുന്നത്. എന്നാൽ നമുക്ക് പൊണ്ണത്തടി ഉണ്ടാകുന്നത് വേറെയും കാരണങ്ങളുണ്ട്. ഒന്ന് ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളാണ്. ഇത് തെളിയിച്ചത് പൊണ്ണത്തടിയുള്ള മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ മെലിഞ്ഞ ശരീരമുള്ളവർ ദത്തെടുത്ത് വളർത്തിയപ്പോൾ അങ്ങനെ ദത്തെടുത്ത് വളർത്തപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പൊണ്ണത്തടി ഉണ്ടായി. ഇത് കാണിക്കുന്നത് പൊണ്ണത്തടിയുടെ ഒരു കാരണം ഇതുപോലെയുള്ള ജനറ്റിക്കാണ് എന്ന് മനസ്സിലാക്കി. മറ്റൊരു കാരണം ശരീരത്തിൻ്റെ സെറ്റ് പോയിൻ്റാണ്. അതായത് എത്ര കൊഴുപ്പ് കോശം എന്നുള്ളതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ. എന്നാൽ കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങളെ അമിതമായി നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുക, പ്ലേറ്റ് മുഴുവൻ കാലിയാക്ക് എന്ന് നിർബന്ധിക്കുക, ഇതൊക്കെ കുഞ്ഞിന് നല്ല ആരോഗ്യം ലഭിച്ചോട്ടെ എന്ന് മാതാപിതാക്കൾ കരുതിയിട്ടാണ്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ബോഡി സ്വതവേ നിശ്ചയിക്കുന്ന ഈ സെറ്റ് പോയിൻ്റ് അത് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അമിതമായ അളവിൽ അമിതമായ വലുപ്പത്തിൽ ശരീരത്തിൽ ഫാറ്റ് സെൽസ് അഥവാ കൊഴുപ്പ് കോശങ്ങൾ രൂപപ്പെടാൻ ഇത് കാരണമാകും. ഈ സെറ്റ് പോയിൻ്റ് മാറ്റുക വഴി ഈ കൊഴുപ്പ് കോശങ്ങൾ കൂടുന്നത് വഴി പിന്നീട് ഇത് അമിതമായ ഭക്ഷണം കഴിക്കാനുള്ള പ്രേരണ നൽകുന്നുണ്ട്. സാധാരണ വയറ് നിറയുമ്പോൾ വിശപ്പ് മാറുമ്പോൾ ഈ കൊഴുപ്പ് കോശങ്ങൾ ലെപ്റ്റീൻ എന്നൊരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുകയും ഇത് നമ്മുടെ രക്തത്തിൽ കലർന്ന് നമ്മുടെ ബ്രെയിനിലെത്തി നമുക്ക് വയറ് നിറഞ്ഞു എന്ന് പറയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ കൊഴുപ്പ് കോശങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? കൂടുതൽ അളവിൽ ഭക്ഷണം ചെന്നാൽ മാത്രമേ ഈ ലെപ്റ്റിൻ ഉൽപ്പാദനം നടക്കുന്നുള്ളൂ. അതുവഴി കൂടുതൽ ഭക്ഷണം അകത്ത് ചെല്ലുകയാണ് ചെയ്യുന്നത്.